നവകേരള ശില്പിയായ മുഖ്യമന്ത്രി പിണറായി വിജയനോട് മലയാളികൾ ഒന്നടങ്കം കടപ്പെട്ടിരിക്കുകയാണെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ. ബദൽ രേഖാകാലത്ത് കണ്ണൂരിൽ പാർട്ടിയെ കെട്ടുറപ്പോടെ നയിച്ചത് പിണറായിയാണ്. വിഭാഗീയത പിടിച്ചുകുലുക്കിയ കാലത്ത് പാർട്ടിയെ ഒരു പോറലും ഏൽപ്പിക്കാതെ നയിച്ചതും പിണറായിയാണ്. വിഭാഗീയതയുടെ വേരെറുക്കാനും പിണറായിക്ക് കഴിഞ്ഞുവെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. കനൽ നിറഞ്ഞ വഴികളിലൂടെ പൊരുതി മുന്നേറിയ പ്രിയ സഖാവിന് 80ാം ജന്മദിനാശംസകൾ നേരുകയാണ് ഇ പി ജയരാജൻ. ഓരോ മലയാളിയും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഫേസ്ബുക്കിൽ ഇ പി ജയരാജൻ കുറിച്ചത്. വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തന കാലം തൊട്ട് പിണറായി വിജയനുമായി അടുത്ത ബന്ധമുണ്ട്. ബദൽ രേഖ കാലത്ത് കണ്ണൂർ ജില്ലയിൽ പാർട്ടിയെ കരുത്തോടെ പിടിച്ചു നിർത്തിയത് പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരുന്നു. ആ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തോടൊപ്പം ഉറച്ചുനിന്നു. ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ഒന്നിച്ചു പ്രവർത്തിച്ചപ്പോൾ ക്രാന്തദർശിയായ ഭരണാധികാരിയെയാണ് അടുത്തറിയാൻ കഴിഞ്ഞത്. വിഴിഞ്ഞം ഗെയിൽ പദ്ധതി, ദേശീയപാതാ വികസനം, കണ്ണൂർ വിമാനത്താവളം തുടങ്ങി ഓരോന്നിലും ഈ നവകേരള ശില്പിയുടെ കയ്യൊപ്പ് കാണാൻ കഴിയുമെന്നും ഇ പി ജയരാജൻ കുറിച്ചു. ഇത്തരം ഘട്ടങ്ങളിലെല്ലാം സഖാവിനെതിരെ വ്യക്തിപരമായും കുടുംബപരമായും എതിരാളികൾ നുണപ്രചരണങ്ങളുടെ മലവെള്ളപ്പാച്ചിലാണ് സൃഷ്ടിച്ചത്. മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ടതുള്ളൂ എന്ന സഖാവിന്റെ നിലപാട് എത്രത്തോളം ആത്മവിശ്വാസത്തോടെ ഉള്ളതാണെന്ന് കാലം തെളിയിക്കുകയാണ്. ശത്രുക്കൾ കഴുകന്മാരെ പോലെ റാഞ്ചാൻ നിൽക്കുമ്പോഴും ശിരസുയർത്തി നിൽക്കുകയാണ് പിണറായി. ബദൽ രേഖാകാലത്ത് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ ആണെങ്കിൽ വിഭാഗീയത പിടിച്ചുകുലുക്കിയ കാലത്ത് കേരള പാർട്ടിയെ തെല്ലും പോറലേൽപ്പിക്കാതെ നയിക്കാനും പിണറായി വിജയന് കഴിഞ്ഞു. വിഭാഗീയതയുടെ വേരറുത്തു. അക്കാലത്തും വ്യക്തിപരമായ ഒട്ടേറെ കടന്നാക്രമണങ്ങൾക്ക് ഇരയായി. അതെല്ലാം അതിജീവിച്ചാണ് ഊതിക്കാച്ചിയ പത്തരമാറ്റിന്റെ പ്രൗഢിയുമായി ഇന്ന് കേരളത്തെ പിണറായി വിജയൻ നയിക്കുന്നത്. തന്റെ ജ്യേഷ്ഠ സഹോദരന് വിപ്ലവാഭിവാദ്യങ്ങളോടെ ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇ പി ജയരാജൻ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.